റീനോട് സർജൻ എന്താ പറയണത്? പൈസ റെഡിയാക്കി വെക്കണം, പിന്നെ എന്താണ്, എന്ത് കാഷ്വാലിറ്റിയും ഫേസ് ചെയ്യാൻ മനസ്സൊരുക്കം ഉണ്ടാകണം, അത്രേ ഉള്ളൂ. അപ്പം റീനു പറയും, അത് കുഴപ്പമില്ല, ഞാൻ കർത്താവിനോട് ചോദിച്ചായിരുന്നു ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ നേരത്ത്, നിശ്ചയത്തിൻ്റെ ദിവസം തന്നെ ചോദിച്ചു, നിൻ്റെ സെലക്ഷനാണോ എൻ്റെ സെലക്ഷനാണോ പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ ഹാപ്പിയായി. ഞാൻ ഹാപ്പിയായി എന്തൊക്കെയാണ്, ഈ മനുഷ്യന് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതാണ് ക്രിസ്തുവിനെ കക്ഷി ചേർക്കണം. കണ്ടില്ലേ, ഓരോ മനുഷ്യന്മാർ വളരണത്. അവർക്കൊരു 10-26 വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞു കണ്ടിട്ട്, പക്ഷേ ഇട്ടിക്കൂടെ വർദ്ധാനം പറയണത് 10-76 കൊല്ലം ഇവിടെ ജീവിച്ചതിൻ്റെ ആധ്യാത്മിക അനുഭവമാണ്. ആധ്യാത്മിക അനുഭവത്തിൽ റീനു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. വാക്കിൻ്റെ ഇങ്ങനെ എടുത്തെടുത്ത് പറയണം. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന്. ഓരോ അനുഭവങ്ങളും ഭയങ്കര സംഭവമല്ലേ. അതായത് റിനു ഹാപ്പിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ സർജൻ ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. കാര്യം റിനു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു വളർന്ന ഒരു സത്യമുണ്ട്. എന്റെ പൊന്നു തമ്പുരാൻ ഒരിക്കലും എന്നെ കൈവിടത്തില്ല. ഇതാണ് എല്ലാവർക്കും ഉള്ള അനുഭവമാണ്, എല്ലാവർക്കും ഉണ്ടാകേണ്ട അനുഭവമാണ്. എന്താണ്? ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അത് ബൈബിളിൻ്റെ I will not abandon you at any cost എന്ന് പറയത്തില്ലേ? 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അതിൻ്റെ വചനം. അതാണ് ഈ റീനു പറയണത്. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താ സത്യം? അവിടുന്ന് എന്നെ ഒരു കാരണവശാലും കൈവിടത്തില്ലെന്ന്. എന്താ ഇങ്ങനെ പറയാൻ കാരണം, ഇവളുടെ ഭർത്താവിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ ധമനിയിൽ ഒരു വെജിറ്റേഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ബ്ലഡ് ബ്ലോക്ക് ചെയ്യും, ഹൃദയം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 1 by 1 ആയിട്ട് ഈ മനുഷ്യനെ ഇപ്പോൾ കൊണ്ടുപോയ രോഗമല്ല ഇപ്പോൾ ഉള്ളത്. ഹൃദയത്തിന് വാൽവിൻ്റെ ഉള്ളിലൊരു വെജിറ്റേഷൻ, പൂപ്പൽ ഇങ്ങനെ കൾച്ചർ ചെയ്ത് അത് വളർന്ന് വരികയും അത് വളർന്നു വരുന്നതനുസരിച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ തന്നെ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആശുപത്രി ചാപ്പലിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു കർത്താവിൻ്റെ. അപ്പം ചാപ്പലിലെ മുഴുവൻ ലൈറ്റ് ഓഫായി കിടക്കിയിരുന്നു. ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങനെ പറയാൻ കാരണമുണ്ട്. അവളുടെ അമ്മ ഒരിക്കൽ അവളോട് പറഞ്ഞു, കൃപാസനം പത്രം കാണിച്ചു കൊടുക്കും. എടി ഇത് കണ്ടേടി, ഈ പത്രാധിപെക്കുറിച്ച് ഈ പ്രാവശ്യം അച്ഛനെ എഴുതിയിരിക്കണ വായിച്ചേ. മോസസ് ഈജിപ്തിൽ ഫറവോനടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ മോസസ് പറഞ്ഞു, ഞാൻ ഒറ്റക്കാണെന്ന് പറഞ്ഞു, ഞാൻ എങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. അപ്പോൾ എന്നിട്ട് ഞാനത് വ്യാഖ്യാനിച്ച് പറഞ്ഞു, നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന്. അവളിപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയനാളിക്ക് പൂപ്പലടിച്ചപ്പോൾ സർജൻ ഹൃദയം ഓപ്പറേഷൻ ചെയ്യണം, അത് കാഷ്വാലിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഒറ്റക്കാണെന്ന്. അപ്പോൾ ആ ഇരുട്ടത് ചാപ്പലിൽ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെന്ന്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ വരാമെന്ന് പറയും. അപ്പോൾ ഭർത്താവ് റോജിൻ ചോദിക്കും, റിനു നിനക്ക് ഇപ്പം പോകണോ? എന്താണ് എൻ്റെ അവസ്ഥ? മോശമാണ്, ചിലപ്പോൾ നീ വരുമ്പോൾ ഞാൻ ഉണ്ടായില്ലെന്ന് വരും. ആ ചോദ്യം ചോദിക്കുന്നത് നമ്മളെ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ പറയും, ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ സമയമായില്ലേ, ഇനി ഞാൻ അമ്മയടുത്ത് പോയിട്ട് വരാമെന്ന് പറയും. അമ്മയടുത്ത് വരാൻ പോകുമ്പോൾ ഭർത്താവ് തേങ്ങും, റീനു നിനക്ക് ഇപ്പം പോകണോ എന്ന് ചോദിക്കും. അപ്പോൾ റീനു പറഞ്ഞ ഉത്തരവുണ്ട്,
റോജിൻ, ഞാൻ എപ്പോഴെങ്കിലും പോയപ്പോൾ നിങ്ങൾക്ക് ഗുണമല്ലാതെ ദോഷം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നാൽ നീ പോകാൻ പറയും. ഇവൾ പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഈ വെജിറ്റേഷൻ കാണാനില്ലെന്ന് ഡോക്ടർ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് റിന്യൂ പറയണത്. ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഞാൻ അനുഭവിച്ച് വളർന്ന ഒരു സത്യമുണ്ട്. എന്താണ്? എൻ്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല. ഇത് നമ്മളെല്ലാവരും അനുഭവിച്ച് വളരേണ്ട സത്യമാണ്. ഈ ഉടമ്പടി നിന്നോട് പറയണ എന്താ? ഉടമ്പടി ആക്കിയതിൻ്റെ കാര്യം എന്താണ്? ബയലാട്ടറൽ എഗ്രിമെൻറ്റിലൂടെ നിൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ നിന്നെ പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. നീ ഇങ്ങനെ ഒരുമിച്ചല്ലേ ഇനി യാത്ര വരണ ദൈവമായിട്ട്. ആ ഒരുമിച്ച് യാത്രയാകാൻ വേണ്ടിയാണ് നിങ്ങളോട് പല സമയത്തും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണത്. പിടികിട്ടിയാ? അതിങ്ങൾ മനസ്സിലാക്കണം. ഈ ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർക്ക് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണ ഒരു ആംബിയൻസ്, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സാഹചര്യം, ഒരു കാലാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതുകൊണ്ടാണ് ഈ റിന്യൂ പറയവേ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ മരണത്തോട് നോക്കി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കർത്താവിന് പറയും, കർത്താവേ, കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ നിൻ്റെ സെലക്ഷനാണോ എന്ന്. അപ്പോൾ നീ പറഞ്ഞില്ലേ നിൻ്റെ പദ്ധതിയാണെന്ന്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, എന്തെങ്കിലും വന്നാൽ നീ നോക്കിക്കൊള്ളുമല്ല. എന്നിട്ട് ഇന്നും അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയുണ്ട്. വൺസ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാവുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എടുത്തതെങ്കിൽ എല്ലാ വിഷയത്തിലും നമുക്കൊരു ഇഷ്ടമുണ്ടാകും. കാര്യം അതെല്ലാം കമ്പാരിറ്റീവായിട്ടുള്ള ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ ഓരോ കാര്യം കണ്ടിട്ടാണ് നമ്മൾ അതുപോലെയൊക്കെ ആകാൻ വേണ്ടി ശ്വാസം പിടിച്ച് നടക്കുന്നത്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നല്ല, അല്ല എല്ലാവരെയും കുറിച്ചുള്ള പദ്ധതിയും ഒരു കളക്റ്റീവായിട്ടുള്ള പദ്ധതിയല്ല, ഒരു പേഴ്സണലായിട്ടുള്ള പ്രോജക്റ്റാണ്, ഒരു കളക്റ്റീവ് പ്രോജക്റ്റ് അല്ല. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിൻ്റെ അനിയത്തിക്കുള്ള പദ്ധതി ആയിരിക്കത്തില്ല നിനക്കുണ്ട പദ്ധതി. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അനിയത്തിക്ക് എന്താ ഒരു കുഴപ്പമില്ല, നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, നീ ചേടത്തിയാണ്. അനിയത്തി ഒരുത്തനല്ല, അവൾക്ക് 19 വയസ്സായപ്പോൾ തന്നെ അവൾ ലൈനടിച്ച് കല്യാണം കഴിച്ചു. അവൾ ആ കൊല്ലം തന്നെ പ്രഗ്നൻ്റായി. ഇപ്പോൾ എന്താ നീ എന്ത് പറ്റി? നീ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, പ്രഗ്നൻ്റ് അല്ല, നീ ചേടത്തിയാണ്. നീ എന്ന കുഞ്ഞുനാൾ തൊട്ട് മാതാവിൻ്റെ ദൈവത്തിന് മാറാൻ നടക്കുന്ന ആളാണ്. കണ്ടില്ലേ? അനുഭവങ്ങൾ എന്തെങ്കിലും ദൈവത്തിൽ നേടിയെടുക്കാനുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നീ ദൈവത്തെ ലക്ഷ്യം വെച്ചാൽ ദൈവത്തെ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കും. എന്താ കാര്യം? ദൈവത്തിൻ്റെ പദ്ധതി, ചേടത്തിക്കൊരു പദ്ധതി ഉണ്ടാകും, അനിയത്തിക്ക് പദ്ധതി വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയണത് 29:11 എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടല്ല, നിങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ മൊത്തം പദ്ധതി ഉണ്ടെന്നല്ല, ചില പദ്ധതികൾ പേഴ്സണലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അത് ദൈവവും ഞാനും തമ്മിലുള്ള നിത്യരക്ഷയെ അവലംബമാക്കുന്ന ദൈവത്തിന്റെ സ്വകാര്യ സ്നേഹത്തിന്റെ പദ്ധതിയാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഈ യാത്രയിൽ നമ്മളൊരു ഇതുപോലുള്ളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ അപേക്ഷയും ആവശ്യവും ചില സമയത്ത് രണ്ടായിരിക്കും. അനുഭവത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ, ജംഗ്ഷൻ എന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നറിയാൻ പല തിരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ നമ്മളുടെ അപേക്ഷ വേറെ ആവശ്യം വേറെ ആയിരിക്കും. നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയട്ടെ നിങ്ങളോട്. നമ്മുടെ ഈ പത്രോസില്ലേ, പത്രോസ് സുമന്ദ്ര ദേവാലയത്തിലോട്ട് പോകുന്നൊരു സംഭവം ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുടന്തൻ അവിടെ കുത്തിയിരിപ്പുണ്ട് അല്ലേ? ആ മുടന്തൻ എന്താ ചെയ്യണത്? മുടന്തൻ പത്രോസിനെ കാണുമ്പോൾ കൈ നീട്ടും. എന്തിനാണ് കൈ നീട്ടണത്? അയാളിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് ഓർത്തിട്ടാണ് കൈ നീട്ടണം. മുടന്തൻ്റെ ആവശ്യം എന്താ? മുടന്തൻ്റെ അപേക്ഷ എന്താ? വല്ലതും ഒരു തുട്ട് കിട്ടുക,
അല്ലേ? 10-12 രൂപ കിട്ടുക എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം. പക്ഷേ പത്രോസ് വിവേചിക്കണത് എന്താണ്? ആവശ്യമല്ല, പിന്നെന്താണ്? അല്ല, അപേക്ഷയല്ല, പിന്നെന്താണ്? ആവശ്യമാണ്. അവൻ്റെ ആവശ്യം എന്താണ്? ഇവൻ്റെ ആവശ്യം മുടന്ത് മാറ്റുകയാണ്. ഇത് തന്നെ ഈ നിയോഗം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ 3:5 എടുത്തേ, നടപടി പുസ്തകം. നടപടി 3:5. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പറഞ്ഞ് അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതാണ് ദൈവത്തിൻ്റെ ആവശ്യം. എന്താണ്? അവൻ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് കാര്യം അവിടെ ഉണ്ട്. അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവന് വല്ലത് 2 വെള്ളിത്തുട്ട് കൊടുത്തെങ്കിൽ ഒരു മനുഷ്യൻ അറിയത്തില്ല, അവനും 10 ദിവസം അറിയത്തുള്ളൂ. അവൻ എഴുന്നേൽപ്പിച്ച് നടത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നാട്ടുകാരെല്ലാം പറഞ്ഞു, എടാ ഇവനല്ലേ ആ സുന്ദര കവാടത്തിൽ ഇരുന്നുകൊണ്ട് തെണ്ടിക്കൊണ്ടിരുന്ന ആൾ, ഇവൻ്റെ കാലിപ്പോൾ സുഖപ്പെട്ടല്ലേ? ആരാണ് സുഖപ്പെട്ടത്? അത് യേശു. കണ്ടാ, സുവിശേഷം പോണ കണ്ടില്ലേ? സുവിശേഷം പ്രചരിക്കണ കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ അകത്ത് ഗുഡ്നസ് എന്ന് പറയണത്. നമ്മുടെ അപേക്ഷ മാത്രമാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ദൈവം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് അല്ല. അത് നിങ്ങൾ പഠിക്കണം. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? യേശു ക്രിസ്തുവിനെ ചർച്ചാ വിഷയമാക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ പിടികിട്ടില്ല ഞങ്ങൾ. അതാണ് അവർ പറഞ്ഞത്. അവൻ അപേക്ഷിച്ചു. അപ്പോൾ പത്രോസ് അവൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. മറിച്ച് എന്താണ്? അവൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഒന്നും എൻ്റെ ഇല്ല. നീ ചോദിച്ചത് പൊന്നെന്ന് പറയുന്നത് റോമൻ നാണയമാണ്, വെള്ളി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നാണയമാണ്. അപ്പോൾ റോമാക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല, ഇസ്രായേൽക്കാരൻ്റെ നാണയം എൻ്റെ കയ്യിലില്ല, എൻ്റെ മനസ്സിലെ കാലിയാണ്. പക്ഷേ എനിക്ക് വേറെ ഒരു സ്വത്തുണ്ട്. അതെന്താണ്? ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നസ്രായന, യേശുവിൻ്റെ നാമം. ഇത് ഞാൻ പഠിച്ചത് വെറുതെ പഠിച്ചതല്ല. അവനെ അകലക്കുടിയാണെങ്കിൽ അവൻ്റെ കഷ്ടകാലത്ത് അകലക്കുടിയാണെങ്കിൽ അനുഗമിച്ചുകൊണ്ട് ഞാൻ പഠിച്ചതാണ്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, എൻ്റെ കൂടെ വരണമെന്ന്. അങ്ങനെ പല പരിത്യാഗങ്ങളിലൂടെ ഞാൻ അവൻ്റെ കൂടെ പോയി പഠിച്ചെടുത്തതാണ്. ഇപ്പം അവനാണ് എൻ്റെ ഉള്ളിൽ, അതാണ് എൻ്റെ സ്വത്ത്. റോമാക്കാരൻ്റെ പൊന്ന് നാണയമല്ല, ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ വെള്ളി നാണയമല്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ്. അവരെ കണ്ടവരെല്ലാം പറഞ്ഞു, ഇവനല്ലേ അവിടെ സുന്ദര കവാടത്തിൽ എത്ര വർഷമായി അവിടെ കുത്തിയിരുന്ന് തെണ്ടിയത്, ഇപ്പോൾ എനിക്ക് സുഖം പ്രാപിച്ചു. അവനെ കർത്താവ് സുഖപ്പെടുത്തി. എൻ്റെ ദൈവത്തിലെ നിൻ്റെ അപേക്ഷകളെക്കാളും നിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷിയാകാൻ നീ തയ്യാറായാൽ നിന്റെ ഉടമ്പടി ഇന്ന് ക്രാക്കാകും. കൈയടിക്കട്ടെ, ശ്രുതികടാലേ. അല്ല, നിന്റെ സ്വകാര്യമായൊരു വിഷയം സ്വകാര്യമായി പരിഗണിക്കുകയല്ല. നിന്റെ അപേക്ഷയേക്കാൾ ഉപരി നിന്റെ ആവശ്യത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 6:33 പറയണത്, നിൻ്റെ ആവശ്യം എന്തെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നീ ആദ്യം ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം, നിൻ്റെ ആവശ്യങ്ങളെല്ലാം, നിൻ്റെ അപേക്ഷകളെല്ലാം ദൈവം ചേർത്ത് നൽകുന്നതാണ്. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശം ഓഹരിയുമാകുന്ന മക്കൾ, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം എവിടെ വെച്ചെല്ലാം ഏതെല്ലാം കാലങ്ങളിൽ ആരെല്ലാം കേൾക്കുന്നുവോ അവിടെ വരെല്ലാം ദൈവത്തിൻ്റെ കൃപ ശക്തിയായി ഒഴുകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പിന്നെ മക്കളെ, വളരെ ദൈവത്തിൻ്റെ കൃപ, ശക്തി, വിടുതൽ, സൗഖ്യമൊക്കെ കരനടിക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഹൃദയത്തെ സന്തോഷിക്കണം. വിഷാംശം ശരീരത്തിൽ പ്രവേശിച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കലർത്തിക്കൊണ്ട്
അവരുടെ കെടുരക്തത്തിൽ നിന്ന് അവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് ത്വക്ക് രോഗങ്ങളിൽ നിന്നും മറ്റൊരു രോഗങ്ങളിൽ നിന്നും മാംസത്തിൻ്റെ ചൊറിഞ്ഞു പൊട്ടകളിൽ നിന്ന് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, രോഗസൗഖ്യ സന്ദേശം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തെ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ മുടന്തനെ പോലെ ക്രിസ്തുവാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ, അവനെ നേരത്തെ അറിയാമായിരുന്നവനെ അവന് സംഭവിച്ച മാറ്റങ്ങൾ തിരിച്ചറിയുമ്പോൾ ജനങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവമേ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണങ്ങളാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ, മുതുക് രോഗികളെ ഇപ്പം അങ്ങ് കാണിച്ചു തരുന്നുണ്ട്. പിൻകഴുത്തിന് താഴെ നീര് കെട്ടിക്കിടക്കുന്നവരെയും നീരിറങ്ങിപ്പോകാതിരിക്കുന്നവരെയും അതുകൊണ്ട് ശരീരം ചൂടായിരിക്കുന്നവരെയും അവർക്കുറങ്ങാൻ പറ്റാത്തവരെയും ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കറുത്ത സ്പർശിക്കണമേ. കർത്താവ്, ശരീരത്തിന് മുഴകളുള്ളവരെ, സിസ്റ്റുള്ളവരെ, കർത്താവ് ഗ്രോത്ത് ഉള്ളവരെ നീ സ്പർശിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ എല്ലാ സിസ്റ്റുകളും ഗ്രോത്തുകളും മുഴകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. കക്ഷത്തിനും മടക്കുകളിലും കാലിനും മടക്കുകളിലും ചൊറിഞ്ഞു പൊട്ടുകയും അത് അലർജി ആവുകയും വെള്ള പാണ്ടാടെ മാറുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാർന്ന് അണിപ്പെടുതാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണ് സന്ധ്യബന്ധങ്ങളിൽ കർത്താവിനത്വം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിനത്വം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിനത്വം നിറയട്ടെ. എല്ലാ രോഗങ്ങളും മാരക രോഗങ്ങളും യേശുക്രിസ്തു നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ അലർജികളും യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. കർത്താവ് 1-4 പ്രാർത്ഥിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രാവൽസ്, എല്ലാ തരത്തിലുള്ള ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കും കർത്താവേ. കർത്താവ്, ഓരോ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ കർത്താവേ അങ്ങ് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മയെ പരിശുദ്ധമ്മ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക. ആ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണത്തിനായി ആയിരക്കണക്കിന് ആരാധന നടത്തിയ ആരാധന സന്നിധാനത്തിൽ നിന്ന് യേശുക്രിസ്തു നാമത്തെ കൽപ്പിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ്, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, വഴിയില്ലാത്തവര്, ഇൻ്റർവ്യൂവിന് തോറ്റവർ, പരീക്ഷയിൽ തോറ്റവർ, ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നവർ, അല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ ജോലി പ്രതീക്ഷിക്കുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയവർ, വിദേശത്ത് ജയിലിലായവർ, നാട്ടിൽ ജയിലിലായവർ, എല്ലാം വ്യത്യസ്തമായ കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, വിവാഹം മോചനത്തിനുമുള്ള കേസ് കൊടുത്തിരിക്കുന്നവർ, ഒന്നിച്ച് താമസം വീണ്ടും ആഗ്രഹിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിൻ്റെ കരുണ, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷികളാകാൻ ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവർ ആകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. നീ കറക്റ്റ് റൈറ്റായിട്ടുള്ള സ്ഥലത്താണ് നീ വന്നിരിക്കണമെന്ന് ആദ്യം ഓർക്കണം. വിത്ത് റൈറ്റ് ഇൻറ്റൻഷൻ. ദൈവം അത് നിന്നെ മാനിക്കും. നിന്റെ നിയോഗങ്ങളെ, എൻ്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു. എന്നെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കാൻ പോകുന്നു. പറഞ്ഞേ, എൻ്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കാൻ പോകുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. ആവർത്തിച്ച് പറഞ്ഞേ, എൻ്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. വീണ്ടും പറഞ്ഞേ, എൻ്റെ നിയോഗങ്ങളെ കർത്താവ് മാനിക്കുന്നു, എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. ഇന്ന് ഇത്രയും വളരെ ഫെസ്റ്റിവലായിട്ടുള്ളൊരു ദിവസമാണ്. ആ ഫെസ്റ്റിവലും കാർണിവലും ഒന്നും നോക്കാതെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം വലുത് തന്നെയാണ്. ദൈവം തീർച്ചയായിട്ടും മാനിക്കും. കർത്താവിനെ തന്നെ നോക്കുക. കർത്താവെ, അങ്ങയുടെ അവകാശവും
അങ്ങനെ ഓഹരിമാകുന്ന മക്കള് മുടന്തം 10 ദിവസത്തിനെ സൂക്ഷിച്ച് നോക്കിയ പോലെ അങ്ങേ സൂക്ഷിച്ച് നോക്കുകയാണ്. അങ്ങനെ നാമത്താൽ അവരെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. അവർ നിനക്ക് സാക്ഷികളായ സന്തോഷത്തോടെ ഈ സാക്ഷി കൂടാരത്തിൽ വന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്താനും ലോകത്തോട് വിളിച്ചു പറയുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും അവരുടെ സങ്കടങ്ങളെ, കണ്ണുനീരിൻ്റെ രോഗങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ നിമിഷം നീങ്ങിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. നാഥാവരേ എന്നിൽ നിറയണമേ, നാഥാവരേ സൗഖ്യം നൽകണമേ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ എൻ്റെ മക്കൾ ഓർത്ത് പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ കൽപ്പിച്ച ഈശോയെ, ഞങ്ങളുടെ സ്വയത്തെ ഉപേക്ഷിച്ച് നിന്റെ ഹിതം മാത്രം തേടി മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകലെയായി നിന്നെ അനുഗമിച്ച പത്രോസിന് അവസാന നിമിഷം വരെ സ്വർഗീയ വെളിപാടുകൾ നൽകി ഈശോയെ, നിന്റെ സഭ പടുത്തുയർത്തിയ ആ വലിയ കാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങളെയും ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ,